ഹായ് ചെങ്കളെ അങ്ങനെ നമ്മളെ ഗ്യാരേജിക്കുള്ള അടുത്ത ഒരാളെ കൂടി നമ്മൾ കൊണ്ടുവരാൻ പോകട്ടോ. ഞാൻ ഒറ്റക്കല്ല, നമ്മളെ ചങ്ക് ജാസിലും ഉണ്ട്. അപ്പം അങ്ങനെ ബാക്കിയുള്ള ശേഷം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളെ നാട്ടിലത്തെ ഓരോ വ്യൂസാണ് കേട്ടോ. ബാപ്പയാണ് വണ്ടി ഓട്ടുന്നത്, ജാസിലുണ്ട്, വെഹിക്കിൾ കുത്തർക്കുണ്ട്. ഇത് മൊറയൂർ അങ്ങാടിയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ ഇതായതുകൊണ്ട് ഒരുപാട് ക്രിസ്മസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കടയിലൊക്കെ എത്തിയിട്ടുണ്ട്. ട്രാഫിക് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാനുള്ളത് പൂക്കോട്ടൂർക്കാണ്. അങ്ങനെ നമുക്ക് മൊറയൂരിൽ നിന്ന് പിന്നെ ലെഫ്റ്റ് എടുത്തിട്ട് അവിടുന്ന് സ്ട്രൈറ്റ് പിന്നെ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോകണ്ട. ഇവിടുന്ന് പിന്നെ പോണ ബൈക്കുള്ള ഓരോ വീഡിയോസും വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. മൊറയൂർ ടൗൺ കഴിഞ്ഞ് നമ്മളടുത്ത് പോണത് വാലഞ്ചേരിക്കാണ്. നമ്മൾ വീഡിയോസും വിഷ്വൽസൊക്കെ പിടിക്കുന്നത് ഗോപ്രോയിലൊന്നല്ല കേട്ടോ, നമ്മളെ ഫോണിൽ തന്നെയാണ്. S24 പിടിക്കുന്നത്. വാലഞ്ചേരിയുള്ള നമ്മളെ മാരുതിൻ്റെ ഷോറൂം. ഇതാണ് വാലഞ്ചേരി ടൗൺ. ഇതാണ് ഹിൽ ടോപ്പ് വളവ്. ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടന്ന വളവാണിത്. വളരെ ശ്രദ്ധിച്ച് മാത്രമേ വണ്ടി ഓട്ടാൻ പറ്റുള്ളൂ. പറഞ്ഞിട്ടോ അപ്പുറത്ത് വണ്ടി വരുന്നത് കാണാൻ പറ്റില്ല. ഇത് ഹിൽ ടോപ്പ് കയറ്റത്തുള്ള സുൽത്താൻ പാലസ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് കേട്ടോ. ഷോറൂം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് വണ്ടിയാണ് എടുക്കാൻ പോകണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഡെലിവറിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി വെച്ചിന്. പുതിയ ഡൂക്കിൽ വണ്ടിൻ്റെ ഡിസൈനിൽ മാത്രമല്ല, നമ്മുടെ കാഴ്ചയിൽ മാത്രമല്ല, വണ്ടിൻ്റെ എൻജിൻ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. പുതിയ ഡൂക്കിൽ വന്ന നല്ല അടിപൊളിയൊരു ഫീച്ചറാണ് കിക്ക് ഷിഫ്റ്റർ. നമുക്ക് ക്ലച്ച് പിടിക്കാണ്ട് ഗിയർ ചേഞ്ച് ആക്കാം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടി റിവീൽ ചെയ്യാൻ പോകണമാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞാനൊറ്റക്കല്ല, ഞാനും ഫാദറും ജാസിലും ഞങ്ങൾ 3 ആളും കൂടിയാണ് വണ്ടി റിവീൽ ചെയ്തത്. വണ്ടി പിന്നെ പറയുകയാണെങ്കിൽ വണ്ടി ഒരു രക്ഷയില്ല. പിന്നെ ബ്ലാക്കാണ്, ബ്ലാക്ക് ഒന്നും കൂടി ലുക്കാണ്. അങ്ങനെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. വണ്ടിൻ്റെ എക്സോസ്റ്റ് ഒന്നും രക്ഷയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തിറക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോയി.